Hello everyone, welcome to LK Group of Educational Services. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ സബ്ജക്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ചാണ്. നമുക്ക് പൊളിറ്റിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി ഇതൊക്കെ സോഷ്യൽ സയൻസിൽ വരുമ്പോൾ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്കറിയാം, കേട്ടിട്ട് തന്നെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എക്കണോമിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയും പൊളിറ്റിക്സ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ അസ്. കാരണം എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ, എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ പൊളിറ്റിക്സ് വളരെ എളുപ്പമാണ്. ബട്ട് വൈ ആർ വി ലേണിംഗ് ഹിസ്റ്ററി? നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ വായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ഹിസ്റ്ററി ഹാപ്പൻസ് ട്വൈസ് ബിക്കോസ് വി നെവർ സീ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഹിസ്റ്ററി എപ്പോഴും ഒരിക്കൽ സംഭവിക്കുമ്പോൾ നമ്മളത് കാണുന്നില്ല. കാരണം ഹിസ്റ്ററി നടക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇറ്റ്സ് എ പ്രസന്റ് സിനാരിയോ, ഇറ്റ് ഇസ് ജസ്റ്റ് ടേക്കിംഗ് പ്ലേസ്. അപ്പം നമുക്കറിയില്ല ഇതൊരിക്കൽ ചരിത്രം കുറിക്കുമെന്ന് നമുക്കറിയില്ല. പിന്നീട് അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് റെക്കോർഡഡ് ആസ് എ ടൈം ലൈൻ. അതാണ് ഹിസ്റ്ററിയുടെ പ്രത്യേകത. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സയൻസിന് ഓരോ തിയറിക്കും ഓരോ എക്സ്പീരിമെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. പക്ഷേ ഹിസ്റ്ററി എന്ന് പറയുന്നത് അറിഞ്ഞും കണ്ടുപിടിച്ചും വരുന്ന ഓരോ ഫാക്ട്സ് ആണ് ഹിസ്റ്ററി. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് കിട്ടിയ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ നിന്നും, അതേപോലെ തന്നെ ഇപ്പോഴും നമുക്ക് പല എക്സ്കവേഷൻസും സിറിയയിൽ നിന്നും ബാക്കി അതായത് നമുക്കറിയാം ഒരു മെസപ്പൊട്ടോമിയൻ എന്നൊക്കെ പറയുമ്പോൾ ഈജിപ്ത്, സുഡാൻ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഏൻഷ്യൻ സിവിലൈസേഷൻസിന് കുറേ ഇതുകളുണ്ട്, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് കണ്ടു കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആയിരിക്കാം പണ്ടത്തെ ഒരു ലോകം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം നമ്മുടെ ഹിസ്റ്ററി എന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും എന്താണ് പ്രസന്റ് എന്ന് പൊളിറ്റിക്സിൽ കൂടെ പഠിക്കുമ്പോൾ ഇറ്റ്സ് വെരി മാൻഡേറ്ററി ഫോർ അസ് ടു നോ വാട്ട് ആർ പാസ്റ്റ് വാസ് ലൈക്ക്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഫ്രം വാട്ട് ടു വാട്ട് വി ഹാവ് റീച്ച്ഡ്. സോ ഇതിൽ നമ്മൾ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററി പഠിച്ചു തുടങ്ങിയിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആവും. നമ്മുടെ കൺട്രിയുടെ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങും, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡൊമിസൈൽ ആയിട്ടുള്ള ഒരു സർട്ടൻ ഏരിയയുടെ ഹിസ്റ്ററിയും പഠിക്കാം. പക്ഷെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളൊരു സർട്ടൻ പ്ലേസിൽ ഫോക്കസ്ഡ് അല്ല. പക്ഷെ തുടക്കത്തിൽ എവിടെ നിന്നാണോ നമ്മുടെ ഉത്ഭവം അവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ഏറ്റവും ആദ്യം തുടങ്ങാൻ പറ്റുന്ന ഒരു സിവിലൈസേഷനെ കുറിച്ചാണ്. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ബീയിങ് ബോൺ ആയി കഴിഞ്ഞ് അവർ സെറ്റിൽമെൻറ്റിലേക്ക് കടക്കുന്ന ഒരു ഫേസിൽ അവരിൽ നിന്ന് വന്ന മാറ്റങ്ങൾ, അവരിൽ നിന്ന് വന്നിരിക്കുന്ന എവല്യൂഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കലി റെക്കോർഡഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ പല സിവിലൈസേഷൻ അല്ലെങ്കിൽ പല സെറ്റിൽമെൻറ്റിനെയും കൊണ്ട് പഠിക്കാൻ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ ഏൻഷ്യൻ സിവിലൈസേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ഏൻഷ്യൻ സിവിലൈസേഷൻസ് എന്നാണ് പറയുന്നത്, ഇറ്റ്സ് എ പ്ലൂറൽ വേർഡ്. ഏൻഷ്യൻ സിവിലൈസേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ പല സിവിലൈസേഷൻസും ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാവാം ഏൻഷ്യൻ സിവിലൈസേഷനെ കുറിച്ച്. അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സിവിലൈസേഷൻസും അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് കാറ്റഗറീസിനെയും കുറിച്ച് അറിയാം. സോ ഫസ്റ്റ് ലെറ്റ്സ് ബിഗിൻ വിത്ത് ഏൻഷ്യൻ സിവിലൈസേഷൻ. Introduction. The term civilization basically means the level of development at which people live together peacefully in community. Civilization. എന്താണ് സിവിലൈസേഷൻ? നമ്മൾ പറയും സിവിലൈസേഷൻ എവിടെയാണ് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ആൾക്കാർ കൂട്ടമായി തങ്ങി അവിടെ ഒരു സിവിൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിവിലൈസേഷൻ. പക്ഷെ എന്താണ് ഒരു സിവിൽ സൊസൈറ്റി? ആരാണ് അത് തീരുമാനിക്കുന്നത്? പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതിനൊക്കെ നമുക്കിപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ ഹിസ്റ്ററിയിൽ കൊടുക്കാൻ പറ്റില്ല. സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അവരൊരു സർട്ടൻ ഏരിയയിൽ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവിടെ സിവിലൈസേഷൻ ഫോം ആവുന്നത്. ചിലപ്പോൾ 10 പേരായിരിക്കാം, ചിലപ്പോൾ 5 പേരായിരിക്കാം, ചിലപ്പോൾ അതൊരു 10 20 പേരായിരിക്കാം. നമുക്കറിയാം തുടക്കകാലങ്ങളിൽ സെറ്റിൽമെൻറ്റ് നടന്നിരുന്നത് പലപ്പോഴും ഓരോ നദിക്കരയിലായിരുന്നു. കാരണം കുറച്ച് കാലങ്ങൾ മുന്നോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ കൾട്ടിവേഷനിലേക്കും ഫാമിലേക്കും ഹസ്ബൻഡറിയിലേക്കും നമ്മുടെ ഹ്യൂമൻ ബീയിങ് കടന്നു കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നദിക്കരകളിലാണ് കൂടുതൽ സെറ്റിൽമെൻറ്റ്സ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കൂട്ടമായി നിന്നിരുന്നപ്പോൾ നമുക്കറിയാം ആദ്യം ഇവർ കേവ്സിലും അതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു ഇവരുടെ ജീവിതവും അങ്ങനത്തെ സാഹചര്യങ്ങളും. പക്ഷേ ആസ് നമ്മൾ പറയില്ലേ, മനുഷ്യൻ വളരുന്നതോടുകൂടി കാടുകളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ മാൻഡേറ്ററി
ആയി തുടങ്ങി, അതായത് സെറ്റിൽമെന്റ് ആക്കുക, അതായത് ഇൻഡിവിജ്വലായി താമസിക്കുന്നതിന് പകരം ഗ്രൂപ്പായി താമസിച്ചു തുടങ്ങുക. അതിൽ സെക്യൂരിറ്റി ഉണ്ട്, അതിൽ പലതര എലമെന്റ്സും ഉണ്ട്. അങ്ങനെ ഒരുമിച്ചായിട്ട് സിവിലൈസേഷൻ തുടങ്ങാനുള്ള റീസണായിട്ട്. അപ്പോൾ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ്, കമ്പൈൻഡ് സെറ്റിൽമെന്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായിട്ട് നമുക്ക് സിവിലൈസേഷൻ കൺസിഡർ ചെയ്യാം. The term civilization basically means the level of development in which people live together peacefully in communities. Communities ആയിട്ട് ഓരോ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ പീപ്പിൾ ഒരുമിച്ച് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയപ്പെടുന്നത്. Ancient civilization refers specifically to the first settled and stable communities that became the basic for later states, nation and empire. അപ്പോൾ നമുക്കറിയാം കുറേ സിവിലൈസേഷൻസ് ലോകത്ത് മൊത്തം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ സർട്ടൻ സിവിലൈസേഷൻസിൽ മാത്രമാണ് ഹിസ്റ്ററി കൂടുതൽ ഫോക്കൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കോക്കസ് അങ്ങോട്ട് മാത്രമാണ്. എന്തുകൊണ്ടാണത്? കാരണം പല സിവിലൈസേഷൻസും പല കമ്മ്യൂണിറ്റീസും പല സെറ്റിൽമെൻറ്റ്സും പലയിടത്ത് ഉണ്ടായിട്ട് പോലും ചില സിവിലൈസേഷൻസിന് മാത്രമാണ് അങ്ങനെ കൂട്ടായ്മയിലൂടെ ആ സിവിലൈസേഷനിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരാനും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിൽ കൂടുതൽ എക്സ്ട്രാ ഇന്നോവേഷൻസ് കൊണ്ടുവരാനും പറ്റിയത്. അങ്ങനത്തെ സിവിലൈസേഷൻസ് ആണ് പിന്നീട് ഹിസ്റ്ററിയിൽ അറിയപ്പെട്ടത്. കാരണം അങ്ങനത്തെ സിവിലൈസേഷനാണ് എന്തിന് ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്? ഒരു സ്റ്റേറ്റിന് ക്രിയേറ്റ് ചെയ്തത്, ഒരു നേഷന് ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തത്, ഒരു എംപയറിന് ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത് ഈ പണ്ടത്തെ ആ സിവിലൈസേഷനാണ്. അപ്പോൾ പല സിവിലൈസേഷൻസ് ഫോം ചെയ്തിരുന്നു, ഡിസ്ട്രോയിഡ് ആയിരുന്നു, വാർ ഉണ്ടായിരുന്നു, അവരുടെ ഇടയിലും ആൽഫ എറോസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ചില സിവിലൈസേഷൻസ് പീസ്ഫുള്ളി മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ആ സിവിലൈസേഷൻസ് ആണ് ഹിസ്റ്ററിയിൽ ഒരു ഇടം കിട്ടിയത്. അപ്പോൾ ആ സിവിലൈസേഷൻസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The study of ancient civilization is concerned with the earliest segment of the much broader subject called ancient history. The span of ancient history began with the invention of writing about 3100 BC and lasted for more than 35 centuries. അപ്പോൾ നമ്മൾക്കറിയാം എന്ന് തൊട്ടാണ് ഹിസ്റ്ററി റെക്കോർഡ്, അതായത് ഹിസ്റ്ററി എപ്പോഴാണ് റെക്കോർഡഡ് ആവുന്നത്? ആദ്യമായി റൈറ്റിംഗ്, അതായത് നമ്മളിപ്പോൾ കാണുന്ന ലിപിയല്ല, പക്ഷെ ആദ്യ ലിപി തുടങ്ങി എപ്പോഴാണ് റൈറ്റിംഗ് തുടങ്ങിയത് അല്ലെങ്കിൽ എപ്പോഴാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ തൊട്ടാണ് ഹിസ്റ്ററിക്ക് ഒരു ബിഗിനിങ് പീരീഡ് ഉണ്ടായി തുടങ്ങിയത്. അതിനു മുന്നേ നമുക്ക് അത് പറഞ്ഞു തരാൻ ആരും ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ റൈറ്റിംഗ് റെക്കോർഡ്സ് എന്നാണോ തുടങ്ങിയത്? അത് ചിലപ്പോൾ ബേസിക്കലി ഒരു സ്റ്റോൺ കാവിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലീഫ്ലെറ്റ്സ്, ടാബ്ലെറ്റ്സ്. നമുക്കറിയാം പല പല ഇതുകളും നമ്മൾ ഹിസ്റ്റോറിക്കലി ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചിരുന്നു, അത് എക്സ്കവേറ്റ് ചെയ്തെടുത്തിരുന്നു. അങ്ങനത്തെ റെക്കോർഡ്സ് കിട്ടുമ്പോഴാണ് നമുക്ക് അതിനും മുന്നേ ആൾക്കാരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റൈറ്റിംഗ് റെക്കോർഡ്സ് എന്ന് തുടങ്ങി അന്ന് തൊട്ടാണ് നമ്മുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി റെക്കോർഡഡ് ആയി തുടങ്ങിയത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസും ഇൻവെൻഷൻസും തമ്മിൽ നമുക്ക് മനസ്സിലായത് എന്താണ്? ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ഇൻവെൻറ്റ് ചെയ്തപ്പോൾ തൊട്ടാണ് ഉള്ളത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 3100 BC തൊട്ട്, അതായത് അറൌണ്ട് മോർ ദാൻ 35 സെഞ്ച്വറീസ് ആയ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് തൊട്ട് നമുക്ക് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ റെക്കോർഡ്സിൻ്റെ നമുക്ക് ഫാക്ട്സുകളും നോളജുകളും കിട്ടാൻ തുടങ്ങി. Humankind existed long before the written words, but writing made them keeping of a historical record possible. ഹ്യൂമൻ ബീയിങ് റൈറ്റിങ്ങിന് മുന്നേ ഉണ്ടായിരുന്നില്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ റൈറ്റിംഗ് ആണ് നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഹിസ്റ്ററി നോട്ട് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. The first ancient societies arose in Mesopotamia and Egypt in the Middle East, in the Indus Valley region of what are now Pakistan and India. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ജസ്റ്റ് ഇവിടുത്തെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് മാത്രമല്ല പ്രൊപ്പൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഏർലി സിവിലൈസേഷൻസിൻ്റെ, ഇപ്പോൾ ഹരപ്പൻ ആയിക്കോട്ടെ മെസപ്പൊട്ടോമിയൻ ആയിക്കോട്ടെ, നമുക്കും അറിയാം ഇൻഡസ് വാലി ആയിരുന്നു തുടക്കകാലങ്ങൾ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ഉണ്ട് അതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റോള് കളിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഏൻഷ്യൻ്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? മെസപ്പൊട്ടോമിയൻ ഈജിപ്ഷ്യൻ ഏരിയ ആണ്. അതിലിപ്പോഴും ആർഗ്യുമെന്റ്സ് ഉണ്ട് ഏതാണ് കുറച്ചുകൂടെ പഴക്കമേറിയതെന്നും. ഈ മെസപ്പൊട്ടോമിയൻ ആൻഡ് ഈജിപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈജിപ്റ്റ് മിഡിൽ ഈസ്റ്റിലാണ്, അധികം ദൂരമില്ല ഇന്ത്യയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി റീജിയനിലായിരുന്നു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കൂടുതൽ കണ്ടുവന്നിരുന്നത്. അതായത് ഏർലി സെറ്റിൽമെൻ്റ് ഒക്കെ ഇൻഡസ് വാലിയിലായിരുന്നു. അതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് കൺട്രീസ് എടുക്കുമ്പോൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും, അതേപോലെ തന്നെ ഹുവാങ്ഹി, അതായത് യെല്ലോ റിവർ വാലി ഓഫ് ചൈന, ഇതിലൊക്കെ നമുക്ക് ഇൻഡസ് വാലിയുടെ ആ ബേസിക് ഫസ്റ്റ് സെറ്റിൽമെൻറ്റിൻ്റെ ഇതുകൾ കാണാൻ പറ്റും. പല എക്സ്കവേഷൻസും ഇന്ത്യ, പാകിസ്ഥാൻ, അതേപോലെ ഈജിപ്റ്റ്, അതേപോലെ തന്നെ ചൈന എന്നൊക്കെയുള്ള ഇൻഡസ് വാലി ഗോ ത്രൂ ചെയ്തിരുന്ന ഏരിയാസിലൊക്കെ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ
ഏൻഷ്യൻ പ്രീ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പലതും നമുക്ക് കിട്ടി വരുന്നുണ്ട്. So it was Middle East, that is Egypt, Middle East and Pakistan, India, and in the Huang He Yellow River Valley of China, on the island of Crete, in the Aegean Sea and in Central America. ഇത്രയൊക്കെ ഏരിയാസ് ആണ് ഇൻഡസ് വാലിയുടെ നമ്മുടെ ഒരു പെരിമീറ്റർ കവർ ചെയ്യുന്നത്. All these civilizations had certain feature in common. They built cities and invented form of writing. ഇവരിലൊക്കെ കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സിവിലൈസേഷൻസിലൊക്കെ എന്ത് നടന്നിരുന്നു? അവർ സിറ്റീസ് ബിൽഡ് ചെയ്തിരുന്നു. അവരുടെ ഏൻഷ്യൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അൺഇമാജിബിൾ ആണ്. കാരണം അന്ന് ഇൻവെന്റ് ചെയ്യപ്പെടാത്ത പല എക്വിപ്മെന്റ്സും വെച്ചിട്ട് അവർ ഉണ്ടാക്കിയ ഒരു സിറ്റി എന്ന് പറയുന്നത് ഇസ് മോർ ദാൻ വാട്ട് വി ക്യാൻ ഇമാജിൻ. അപ്പോൾ ദേ ബിൽഡ് സിറ്റീസ് ആൻഡ് ഇൻവെന്റഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റൈറ്റിംഗ്സ്. They learned to make pottery and use metals. They domesticated animals and they created fairly complex social structure with class system. Apart from written records and carved inscription, the knowledge about the ancient people is derived from the work of archaeologists. നമുക്കറിയാം ഏൻഷ്യൻ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏൻഷ്യൻ പീരിയഡ് എറ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ കൾട്ടിവേഷൻ, അതേപോലെ ഹസ്ബൻഡറി, ആനിമൽ ഹസ്ബൻഡറി, പോട്രീസ്, അങ്ങനെ പല ഇതുകളിലുമായിരുന്നു അവരുടെ തുടക്കകാലങ്ങളിലുള്ള ജോലികളും ബാക്കി ഇതുകളും ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം അത് ക്ലേസ് ആയിരുന്നു, പിന്നെ സ്റ്റോൺ ആയിരുന്നു, പിന്നെ മെറ്റൽ ആയിരുന്നു. നമുക്കറിയാം അതിനനുസരിച്ച് നമ്മൾ എറയും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ സമയങ്ങളിൽ നമുക്കറിയാം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ എന്ന് പറയുന്നത് ഫാമിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് ഇതായിരുന്നു. അതായത് കൾട്ടിവേഷനും അതേപോലെ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പാലും അതേപോലെ മീറ്റും ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ സോഴ്സ്. അവരുടെ ഭക്ഷണങ്ങളാണെങ്കിലും ഈവൻ സെല്ലിങ്, ബൈങ്, ഒരു മാർക്കറ്റ് സിസ്റ്റത്തിലേക്കെങ്കിലും എത്തിക്കാനുള്ള ഒരു റീസൺ ഇതൊക്കെ തന്നെയായിരുന്നു. They domesticated animals and they created fairly complex social structure with class system. Apart from written records and carved inscription, the knowledge about ancient people is derived from the work of archaeologists. നമുക്ക് written records ഒക്കെ ഒരു പരിമിതി വരെയേ ഉള്ളൂ. അപ്പോൾ written recordsഉം അതിനും അപ്പുറങ്ങളിൽ നമുക്ക് ആർക്കിയോളജിസ്റ്റ് എക്സ്കവേഷനുകളിൽ നിന്നാണ് നമുക്ക് പല പ്രീ ഹിസ്റ്ററി റെക്കോർഡ്സും എഴുതാൻ സഹായിച്ചത്. Most of the significant archaeological findings have been made in the past 200 years. The Sumerian culture of Mesopotamia was discovered in the 1890, and some of the most important archaeological digs in China were made after the 1970. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ഫൈൻഡിങ്സും വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ പ്രീ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റിയത്. അപ്പോൾ മെസപ്പൊട്ടോമിയയിലെ സുമേറിയൻ കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴത്തേക്കാണ് ഡിസ്കവർ ചെയ്തത്? 1890 ഡിസ്കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറേ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടന്നത് എവിടെയായിരുന്നു? ചൈനയിലായിരുന്നു. അത് ലേറ്റ് 1970s നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇതാണ് അഗ്രികൾച്ചർ, ദ ബേസിക് ഓഫ് സിവിലൈസേഷൻ. ഇത് നമ്മളിപ്പോൾ മെസപ്പൊട്ടോമിയൻ അല്ലെങ്കിൽ ഈജിപ്റ്റ് സൈഡിലുള്ള ഒരു സിവിലൈസേഷൻ സെറ്റിൽമെൻറ്റ് ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നുണ്ടാവും എന്ന് പറയുന്ന കുറേ ഇമേജസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരു ഇമേജാണ് നമ്മുടെ ഏർലി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ, ദി ബേസിക് ഓഫ് സിവിലൈസേഷൻ. നമുക്കറിയാം മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എടുക്കുമ്പോൾ അഗ്രികൾച്ചർ അതേപോലെ ആനിമൽ ഹസ്ബൻഡറി എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയിരുന്നു അവർക്ക്. The single-hand deceive factor that made it possible for humankind to settle in permanent communities was agriculture, a turning point in human history. The invention of farming and the tremendous change it brought about have been called the agricultural revolution. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അതായത് ഈവൻ ആനിമൽ ഹസ്ബൻഡറീസിനെ മാറ്റി നിർത്തും. അതായത് നമുക്കിപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് വേറെ ഏരിയയിലേക്ക് പോകുമ്പോൾ ആനിമൽസിനെയൊക്കെ കൊണ്ടുപോകാം, നമുക്ക് ട്രാൻസ്ഫറിങ് വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷെ അഗ്രികൾച്ചർ ആയിരുന്നു സെറ്റിൽമെൻറ്റിന് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റെവല്യൂഷൻ, അതിന് അറിയപ്പെടുന്ന തന്നെ അഗ്രികൾച്ചർ റെവല്യൂഷൻ എന്നാണ്. ഈ അഗ്രികൾച്ചർ റെവല്യൂഷൻ ആയിരുന്നു കൂടുതലും ഈ ഹ്യൂമൻ കൈൻഡിനെ സെറ്റിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച മെയിൻ ഫാക്ടർ. After farming was developed in the Middle East about 6500 BC, people living in tribes or family units did not have to be on the move continually, searching for food or herding their animals. Once people could control the production of food and be assured of reliable annual supply of it, their lives changed completely. അതായത് ട്രൈബ്സും ഫാമിലീസും എന്ത് ചെയ്തു? വാട്ടർ സോഴ്സിൻ്റെ അടുത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അവിടെ അവർ കൾട്ടിവേഷൻ കൂടുതലും നടത്താൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആനിമൽ ഹേർഡിങ് കൂടിയപ്പോൾ അതേപോലെ തന്നെ അതിൽ നിന്ന്
അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ അഗ്രികൾച്ചറൽ സോഴ്സിൽ നിന്ന് തന്നെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതിൽ നിന്ന് എക്സസ് അവർക്ക് കൊടുക്കാനും ബാർട്ടർ സിസ്റ്റത്തിനൊക്കെ, അതായത് കൊടുക്കൽ വാങ്ങൽ ബാർട്ടർ സിസ്റ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന വേറൊരാൾക്ക് കൊടുത്തിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്ത സാധനം നമ്മൾ വാങ്ങിക്കും. അതാണ് ബാർട്ടർ സിസ്റ്റം. അപ്പോൾ അങ്ങനത്തെ സെറ്റിൽമെൻറ്റ് വന്നപ്പോൾ ഇവർക്ക് ഇൻ സെർച്ച് ഓഫ് ഫുഡ് അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതും കൂടെ ഒരു ഫാക്ടറായിരുന്നു അവർക്ക് സെറ്റിൽ ചെയ്യാൻ സഹായിച്ച മെയിൻ അജണ്ട. People began to found permanent community in fertile river valleys. They settled around rivers for a number of reasons. Rivers were an important source of fresh water for drinking. They could be used for transportation. Settlers also learned to use the water supply to irrigate the land for farming. Sedentary settlement or being settled in one place made it possible to domesticate animals in order to provide other sources of food and clothing. അപ്പോൾ കൂടുതലും പെർമനന്റ് സെറ്റിൽമെന്റ് നമ്മൾ കണ്ടിരുന്ന റിവർ വാലിയിലായിരുന്നു. ഈ റിവർ വാലിയുടെ അടുത്ത് സെറ്റിൽ ചെയ്തുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു? ഡ്രിങ്കിങ് വാട്ടർ, അതേപോലെ ഇറിഗേഷനുള്ള പല എക്വിപ്മെന്റ്സും അതിന്റെ പിന്നാലെ തന്നെ അവർ കുറേ എവല്യൂഷനിൽ അവർ കണ്ടുപിടിച്ചു. അതായത് നമുക്കറിയാം കാർട്ട് വീൽസ്, വുഡൻ വീൽസ്, അങ്ങനെ പല ഇതുകളും അവർ കുറേ എവല്യൂഷൻസ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പല റീസൺസും റിവർ അവർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്നു, ഇറിഗേഷൻ ഉപയോഗിച്ചിരുന്നു, ഡ്രിങ്കിങ്ങിന് ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വാട്ടർ സോഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിവർ വാലീസ് അവരുടെ ഒരു മെയിൻ പ്ലേസ് ഓഫ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഈ ഒരു തുടക്കകാലങ്ങളിൽ നമുക്ക് സെറ്റിൽമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചറും വാട്ടറും ആണ്. അപ്പോൾ അതോടുകൂടിയാണ് നമുക്കറിയാം ഏർലി ഹ്യൂമൻസ് എപ്പോഴും ട്രാവൽ ചെയ്തിരുന്നു വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. പക്ഷെ ഇതിന് ഒരു അന്ത്യം കൊണ്ടുവന്നത് ഈ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ അഗ്രികൾച്ചറും വാട്ടറും ആയിരുന്നു. സോ ദിസ് ഈസ് ദ ബേസിക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ സിവിലൈസേഷൻ. ഇനി വരുന്ന വീഡിയോസിൽ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓരോ സിവിലൈസേഷൻ എന്തായിരുന്നെന്നും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് എന്തായിരുന്നെന്നും ഒക്കെ നമുക്ക് കാണാം, പഠിക്കാം. സോ until we meet in the next video, all the best and prepare well.